ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 10 ലെറ്റർ മാത്ത്. ഇതിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 157ലെയും 158ലെയും പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 pence ഈച്ച് ഓഫ് പ്രൈസ് 8 rupees? പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 10 നോട്ട്ബുക്സ് ഈച്ച് ഓഫ് പ്രൈസ് 12 rupees? അപ്പോൾ ആദ്യം ഒരു പെന്നിൻ്റെ വില 8 രൂപയാണ്. അങ്ങനെയെങ്കിൽ 5 പെന്നിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു നോട്ട്ബുക്കിന് 12 rupees വില. അങ്ങനെയാണെങ്കിൽ 10 നോട്ട്ബുക്സിൻ്റെ വില എത്ര? ആൻസർ: Price of 1 pen equal 8 rupees. Price of 5 pence equal 5 into 8 40 rupees. അപ്പോൾ നമുക്കത് 5 into 8 എന്ന് എഴുതാം, 8 into 5 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തത് പ്രൈസ് ഓഫ് 1 നോട്ട്ബുക്ക് ഈക്വൽ 12 rupees. പ്രൈസ് ഓഫ് 10 നോട്ട്ബുക്സ് ഈക്വൽ 10 into 12 120 rupees. Next sub question, in what all ways can we see the relation between the price of something, the number bought and the total price? ഒരു സാധനത്തിൻ്റെ വിലയും അത് എത്ര എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചത് അതും പിന്നെ ടോട്ടൽ പ്രൈസ് മൊത്തം വില, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? Total price equal price of an article into number of articles bought. Next relation, price of an article equal total price by number of articles bought. Next relation, number of articles bought equal total price by price of an article. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ തന്നെ നമുക്ക് അതിൽ നോക്കി മറ്റു 2 ഇക്വേഷനും കൂടി എഴുതാൻ സാധിക്കും. ശരി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ആസ് P, their number as N and the total price as T. In what all ways can we write the relation between P, N and T? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിളിന് പി എന്ന ലെറ്റർ കൊടുത്ത് സൂചിപ്പിക്കുക. ദർ നമ്പർ, അതിൻ്റെ നമ്പറിന് നമ്പർ ഓഫ് ആർട്ടിക്കിൾസിന് എൻ എന്ന ലെറ്റർ കൊടുക്കുക. ടോട്ടൽ പ്രൈസിന് ടി എന്ന ലെറ്റർ കൊടുക്കുക. ഈ ലെറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ റിലേഷൻ എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നത്? പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈക്വൽ പി, നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ബോട്ട് ഈക്വൽ എൻ, ടോട്ടൽ പ്രൈസ് ഈക്വൽ ടി. ഇനി ടി എങ്ങനെയാണ് കാണുന്നത്? ടി ഈക്വൽ പി ഇൻറ്റു എൻ. അപ്പോൾ പിയും എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് എഴുതാം, ടി ഈക്വൽ പി എൻ. ഇനി പി എങ്ങനെയാണ് കാണുന്നത്? പി ഈക്വൽ ടി ബൈ എൻ, പി ഈക്വൽ ടി ബൈ എൻ, എൻ ഈക്വൽ ടി ബൈ പി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 liter ഓഫ് കെറോസിൻ വെയ്റ്റ്സ് 800 grams. 1 ലിറ്റർ കെറോസിൻ്റെ വില തന്നിട്ടുണ്ട്, വിലയല്ല വെയ്റ്റ് തന്നിട്ടുണ്ട്, 800 grams തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 liters ഓഫ് കെറോസിൻ? ഇപ്പോൾ 2 liter കെറോസിൻ്റെ വെയ്റ്റ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ വെയ്റ്റ് 800 grams ആണെങ്കിൽ 2 ലിറ്ററിൻ്റെ ചോദിക്കുമ്പോൾ 800 into 2. അപ്പോൾ 5 ലിറ്റേഴ്സിൻ്റെ ചോദിക്കുകയാണെങ്കിൽ 800 into 5, അങ്ങനെ ചെയ്യാം, ഈസിയാണത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? Weight of 1 liter of kerosene equal 800 gram. Weight of 2 liters of kerosene equal 800 into 2 equal 1600 gram. Second sub question, what is the weight of half liter of kerosene? അപ്പോൾ 1 ലിറ്റർ കെറോസിൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട് 800 gram. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലിറ്ററിന് എത്രയാണ് വെയ്റ്റ്? ആൻസർ: വെയ്റ്റ് ഓഫ് ഹാഫ് ലിറ്റർ ഓഫ് കെറോസിൻ ഈക്വൽ 800 into 1/2. അപ്പോൾ മുകളിലുള്ള 800 into 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 800 divided by 2.
800നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400 gram. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 1 milliliter ഓഫ് കെറോസിൻ? അപ്പോൾ ഇവിടെ 1 milliliter ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് പഠിച്ചു വയ്ക്കുക. കാരണം 1000 milliliter ഈക്വൽ 1 liter. 1 milliliter ഈക്വൽ 1 ലിറ്റർ ബൈ 1000. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 milliliter. 1 milliliter ഈക്വൽ 1 ലിറ്റർ ബൈ 1000. അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് 1 ലിറ്റർ ഈക്വൽ 800 grams എന്ന്. അപ്പോൾ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 1 milliliter എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെയ്റ്റ് ഓഫ് 1 milliliter ഈക്വൽ 1 ലിറ്റർ ബൈ 1000. അപ്പോൾ 1 ലിറ്റർ എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? 800 grams. അതാണ് ഇടേണ്ടത്. 800 grams ബൈ 1000. ഇവിടെ ഡിനോമിനേറ്റർ അടിയിൽ 10 100 1000 ഇങ്ങനെ 0 ഡിജിറ്റ്സ് ഉള്ള ഏതെങ്കിലും നമ്പർ വന്നാൽ നമ്മൾ എത്ര സീറോസ് താഴെയുണ്ട് അതനുസരിച്ച് മുകളിൽ എണ്ണിയിട്ട് പോയിൻ്റ് ഇട്ടാൽ മതി. റൈറ്റ് സൈഡിൽ നിന്നും എണ്ണണം. ഇപ്പോൾ താഴെ 3 zeros ആണ്. അപ്പോൾ മുകളിൽ 1 2 3 തേർഡ് റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ 8ൻ്റെ അവിടെയാണ് 3 വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ പോയിൻ്റ് ഇടുക. 0.8 എന്ന് കിട്ടും. അപ്പോൾ എഴുതുമ്പോൾ 0.8 gram. അതാണ് ആൻസർ. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ വെയ്റ്റ് ഓഫ് V milliliters ഓഫ് കെറോസിൻ ആസ് W gram. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് W. എങ്ങനെ എഴുതാം? വെയ്റ്റ് ഓഫ് V milliliters ഓഫ് കെറോസിൻ ഈക്വൽ W gram. അപ്പോൾ ഇവിടെ വെയ്റ്റിന് W എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെയ്റ്റ് ഓഫ് V milliliters ഈക്വൽ എങ്ങനെയാണ് നമ്മൾക്ക് ആ വെയ്റ്റ് കിട്ടുന്നത്? 1 milliliter ഇൻറ്റു എമൗണ്ട് ഓഫ് milliliter അല്ലേ? അതാണ് എഴുതേണ്ടത്. വെയ്റ്റ് ഓഫ് 1 milliliter ഇൻറ്റു എമൗണ്ട് ഓഫ് milliliters. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? W വെയ്റ്റ് ഈക്വൽ വെയ്റ്റ് ഓഫ് 1 milliliter എത്ര നമ്മൾ നേരത്തെ ചെയ്തു ഇതിന് മുൻപ്? 0.8 gram. അതാണ് എഴുതേണ്ടത്. 1 milliliterൻ്റെ വെയ്റ്റ് 0.8 gram. 0.8 gram ഇൻറ്റു എമൗണ്ട് ഓഫ് milliliters നമ്മൾ എത്രയാണ് എടുത്തത് അതിന് വോളിയം എന്ന് കൊടുക്കാം. അപ്പം V W ഈക്വൽ 0.8 gram ഇൻറ്റു V. 0.8ഉം Vയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. W ഈക്വൽ 0.8 V gram. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1 cubic centimeters ഓഫ് അയൺ വെയ്സ് 7.8 grams. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് അയണിൻ്റെ വെയ്റ്റ് 7.8 grams തന്നിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ വോളിയം ഓഫ് ആൻ അയൺ ഒബ്ജക്റ്റ് ആസ് V cubic centimeters ആൻഡ് വെയ്റ്റ് W grams. റൈറ്റ് എ റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് W. അപ്പോൾ ഒരു അയൺ ഒബ്ജക്റ്റിൻ്റെ വോളിയത്തിന് നമുക്ക് V എന്ന് കൊടുക്കാം, വെയ്റ്റിന് W എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 1 cubic centimeters ഓഫ് അയൺ ഈക്വൽ 7.8 gram. 1 cubic centimeter എന്ന് പറയുമ്പോൾ 1 centimeter ക്യൂബ് ഓഫ് അയൺ ഈക്വൽ 7.8 gram. വോളിയം ഈക്വൽ V, വെയ്റ്റ് ഈക്വൽ W. എന്നിട്ട് അതിൻ്റെ റിലേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. വെയ്റ്റ് ഈക്വൽ വെയ്റ്റ് ഓഫ് 1 centimeter ക്യൂബ് ഇൻറ്റു വോളിയം. അങ്ങനെയാണല്ലോ വെയ്റ്റ് കാണുന്നത്. ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ വെയ്റ്റ് ഇൻറ്റു വോളിയം. വെയ്റ്റിന് നമുക്ക് W എന്ന് കൊടുക്കാം. അപ്പോൾ W ഈക്വൽ വെയ്റ്റ് ഓഫ് 1 centimeter ക്യൂബ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 7.8 gram ഇൻറ്റു വോളിയത്തിന് V എന്ന് കൊടുക്കാം. അപ്പോൾ W ഈക്വൽ 7.8 gram ഇൻറ്റു V. അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ W ഈക്വൽ 7.8 V gram. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് a rectangular block of iron as L, B, H and its weight as W. Write a relation between L, B, H and W. അപ്പോൾ ഇതേ മുകളിൽ എഴുതി അതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. അവിടെ V എന്ന വോളിയത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. L ഇൻറ്റു B ഇൻറ്റു H എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആൻസർ, ലെങ്ത് ഈക്വൽ L, ബ്രെഡ്ത്ത് ഈക്വൽ B, ഹൈറ്റ് ഈക്വൽ H, വെയ്റ്റ് ഈക്വൽ W, വോളിയം ഈക്വൽ L ഇൻറ്റു B ഇൻറ്റു H.
അപ്പോൾ റിലേഷൻ എങ്ങനെ എഴുതാം? വെയിറ്റ് ഈക്വൽ വെയിറ്റ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു വി. ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ 7.8 ഗ്രാം ഇൻറ്റു വി. ഡബ്ല്യു ഈക്വൽ 7.8 ഗ്രാം ഇൻറ്റു വി ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഗ്രാം. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡബ്ല്യു ഈക്വൽ 7.8 എൽ ബി എച്ച് ഗ്രാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.